ഷാജി രാഘവൻ, ഇതിപ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി അന്വേഷണത്തിന് DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ പോകുന്നു. റിപ്പോർട്ട് കിട്ടിയാൽ കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ഈ ക്രമസമാധാനത്തിന് ചുമതലയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അതിലപ്പുറം എന്തു ചെയ്യാനാകുമെന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ IPS ഉദ്യോഗസ്ഥരെ അങ്ങനെയൊന്നും തൊടാൻ പറ്റില്ല, അങ്ങനെയൊന്നും നടപടികൾ എടുക്കാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ കാറ്റിൽ പോയി സ്റ്റേ വാങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഇതിലപ്പുറം സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്ന മുമ്പ് എം.ആർ. അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥന്റെ പിഴവിനെ BJP എങ്ങനെ കാണുന്നു? അല്ല സ്മൃതി, ഇവിടെ ശ്രീ PV അൻവർ MLA അദ്ദേഹം എന്തോ ആരോപണം ഉന്നയിച്ചു എന്നുള്ള നിലയ്ക്ക് ചർച്ച ഇങ്ങനെ പോകുന്നത്. 3 ദിവസമായിട്ട് ആരോപണമെന്നാണ് പറയുന്നത്. ഭരണകക്ഷിപ്പെട്ടൊരു MLA, മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ട ഒരു MLA, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പുറത്തു വരുന്നത്. അതെങ്ങനെ ഒരു ആരോപണമാകും? അദ്ദേഹം കൃത്യമായി ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം. ഒന്ന്, സൂപ്പർ DGP ചമയുന്ന ഒരു ADGPക്കെതിരെ, സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. നമുക്കറിയാം ഈ 2 ആരോപണങ്ങളുടെയും മുൾമുന ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലുമാണ്. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ കൃത്യമായി ഒന്ന് നോക്കിയാൽ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര ഗൗരവമേറിയ വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രീ PV അൻവർ പറയുന്നത്, അവിടെ സ്വർണ്ണക്കടത്തിൻ്റെ പറ്റിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നു, അതിന് സഹായകരമായ നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നു. 2 കൊലപാതകം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആലോചന നടത്തി നടപ്പിലാക്കിയെന്നാണ് ഭരണപക്ഷിയുടെ MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ പറയുന്നത്. അതേപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം പറയുന്നു. അത് ഫോൺ ചോർത്തലാണ്. നമുക്കറിയാം, ഫോൺ ചോർത്തലെന്ന് പറയുന്നത് സുപ്രീം കോടതി പോലും പൗരൻ്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കാണുകയും ഭരണഘടനയിൽ പോലും 22-ാം വകുപ്പിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഈ 3 ഗുരുതരമായ ആരോപണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ഒരു ബലാത്സംഗം, ഒരു സ്ത്രീപീഡനം ഒഴിച്ച് അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരാൻ ഗുരുതരമായ ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക്. ഇതൊക്കെ സംഭവിച്ചത് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്നും അതിന് കാരണക്കാരായിട്ടുള്ളവർ മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പമുള്ളവരും, ഈ അടുപ്പമുള്ളവർ അവിടെ എത്തിയത് യാദൃശ്ചികമായല്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ആൾ സൂചിപ്പിക്കുന്നത് കേട്ടു, പത്രക്കാർ ഞങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല, മറ്റു പലരും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. ഈ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ കീഴിലൊരു വിജിലൻസ് വകുപ്പില്ലേ? ഈ സംസ്ഥാനത്തൊരു ഇല കമന്ന് വീണ, ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന വിജിലൻസ്, അത് റിപ്പോർട്ട് ചെയ്യുന്ന വിജിലൻസ്, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് PV അൻവർ പറഞ്ഞിട്ട് വേണോ മുഖ്യമന്ത്രി അറിയാനായി? ഇനി ഇത് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഈ PV അൻവറിന് ഇത് നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞില്ല, ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശശിയുടെ അടുത്ത് ഇത് സൂചിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ ഇതൊക്കെ ഇവർ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വരുമ്പോഴും ആദ്യ അധികാരത്തിൽ വന്നപ്പോഴും 2016 മുതൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഗതി ഇതായിരുന്നു. നമുക്കറിയാം, ആദ്യത്തെ മന്ത്രിസഭയിലെ ശ്രീ ശിവശങ്കറിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. എത്രയോ ദിവസം അദ്ദേഹം ജയിലിലായിരുന്നു, കേസുകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന, നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇരിക്കുന്ന ADGP എന്ന് പറയുന്ന ശ്രീ അജിത് കുമാർ, അദ്ദേഹം ഇവിടെ പലരും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിനു മുമ്പ് പലവട്ടം അദ്ദേഹത്തിൻ്റെ പദവികളിൽ നിന്ന് മാറിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അനുകൂല നിലപാടെടുക്കാൻ വേണ്ടി കാണിച്ച വെപ്രാളങ്ങളും അല്ലെങ്കിൽ തരം താണ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വരുന്നു. അന്ന് സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തുമ്പോൾ അവിടെ ഇരിക്കാവുന്നൊരു കസേര പോലും കിട്ടാത്തൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ക്രമസമാധാനത്തിൻ്റെ ADGP മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രമസമാധാനത്തിൻ്റെ ADGP പോലെ തന്നെ ബറ്റാലിയൻ്റെ ADGP, അത് വല്ലപ്പോഴും ഒരിക്കലും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ മുഴുവൻ ആഭ്യന്തര വകുപ്പിൻ്റെയും പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന പദവി അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാത്തവരാണോ ഇവരൊക്കെ? P. ശശിയെ പറ്റി പറഞ്ഞു, അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഘട്ടത്തിൽ പുറത്തായ ആളാണ്. അദ്ദേഹം തിരിച്ചു വരികയാണ്. എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വന്ന് ഒരു സൂപ്പർ മുഖ്യമന്ത്രിയുടെ റോളിൽ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള അവസരം അവിടെ യാദൃശ്ചികമായി ഉണ്ടായതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ഇതാണ് ശ്രീ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രീ PV അൻവർ ഇത് പറയുമ്പോൾ
അദ്ദേഹം ഉയർത്തിയ ഈ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം പറയുമ്പോൾ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അദ്ദേഹം ഇന്ന് മലപ്പുറത്ത് കളക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തോക്കിൻ്റെ ലൈസൻസിനുമൊക്കെ ആയിട്ട് ഇന്ന് കളക്ടറെ കണ്ടു എന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടു. എത്ര ഭീകരമായ അവസ്ഥയാണ് കേരളത്തിൽ. ഭരണപക്ഷ MLAക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തോക്കിൻ്റെ ലൈസൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ പറയുന്ന PV അൻവർ അദ്ദേഹം ക്ഷമ ചോദിച്ചു എന്ന് പറയുന്നു. ഈ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഭരണകക്ഷിപ്പെട്ടൊരു MLA ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ ഇവിടെ ഫോൺ ചോർത്തൽ നടത്തിയിട്ടുണ്ട്, ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. എവിടെയാണ് ഈ കേരളം എത്തി നിൽക്കുന്നത്? ഭരണഘടനയിൽ പോലും വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയം, സുപ്രീം കോടതി പലവട്ടം ആവർത്തിച്ചിട്ടുള്ളത്, ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ നടന്നത് നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെൻറ്റുകൾക്ക് ഫോൺ ചോർത്താനുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെപ്പറ്റി നമുക്കറിയാം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ അറിവോടുകൂടി അത് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ പല കേസുകൾ തെളിയിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടും അത് ചുരുളഴിയുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ തരത്തിലുള്ള ഫോൺ ചോർത്തലുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. ഇവിടെ ഒരു ഭരണകക്ഷി MLA ഫോൺ ചോർത്തുന്നത് ആരുടെയാണ്? ADGPയുടെ ഭാര്യയുടെയാണ്. നമ്മളൊക്കെ എങ്ങനെ കേരളത്തിൽ ഇനി ജീവിക്കാൻ പറ്റും? ഒരു ADGPയുടെ ഭാര്യയുടെ ഫോൺ ചോർത്തുന്നു, അത് ഞാനാണ് ചോർത്തിയത്, ഇനിയും ഞാൻ ചോർത്തും. മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ADGPയാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു സെല്ല് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു SP അതിനെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം കേട്ടത് മുഖ്യമന്ത്രിയുടെ വരെ ഫോൺ ചോർത്തി എന്നൊരു വാർത്ത ഞാൻ കണ്ടു. നിങ്ങളുടെ ചാനലിൽ തന്നെ, ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഒരു വാർത്തയുടെ രൂപത്തിൽ ഞാൻ കണ്ടു. മറ്റൊരു ശബ്ദരേഖ അതൊരു പോലീസുകാരൻ്റെതാണെന്ന് പറയുന്നു. ശബ്ദം മാറ്റിയിട്ടാണ് കേൾപ്പിക്കുന്നതെന്ന് പറയുന്നു. ആ ശബ്ദത്തിലാണ് പറയുന്നത്. അതെ സ്മൃതി, അതെ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധി, ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. ഈ കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഒരു ADGPയെ താൽക്കാലികമായി ഇരിക്കുന്ന കസേര അങ്ങോട്ട് മാറ്റിയിരുത്തിയാൽ തീരുന്നതാണോ ഈ പ്രശ്നം? ഒരു സംശയം വേണ്ട. മാറ്റിയിരുത്തിയാൽ ഈ ADGP തിരിച്ചു വരാൻ പോകുന്നത് ക്രമസമാധാന ചുമതലയുള്ള DGP ആയിട്ടായിരിക്കും. അതിനൊരു കാരണം കൂടിയുണ്ട്. സ്മൃതി ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എനിക്ക് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട രാജീവ് P. നായരോട്. കാരണം PV അൻവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ 3 ദിവസമായി ആവർത്തിക്കുന്ന ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തെ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ഒരാൾ ഇന്നൊരു മൊഴിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൻ്റെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നമുക്കറിയാം, സരിത കേസ്, നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് സരിത എന്ന് പറയുന്ന പരാതിക്കാരി, അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ തലതട്ടപ്പനെന്ന് കേരളക്കാരൊക്കെ പറയാറുള്ള, ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. ഞാൻ പറഞ്ഞില്ലെങ്കിലും പല ചാനൽ ചർച്ചകളിൽ ഇതിനകം PV അൻവർ ഉൾപ്പെടെയുള്ളവർ ഇൻഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട്, കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ADGP സഹായം ചെയ്തിരുന്നു. ഈ ADGP ചെയ്ത ഈ സഹായം കേവലം ADGP മാത്രം എടുത്ത തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. കാരണം സരിത, നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ നമുക്ക് പരാതിക്കാരി ആ വിഷയം നമുക്ക് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ADGP അജിത് കുമാർ നടപ്പിലാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിലെ 2 കക്ഷികളെന്ന് പറയുന്നത് LDFും UDFും ആണ്. നമുക്കറിയാം 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സഹായകരമായ ഒരു സംഭവമായിരുന്നു സരിതാ കേസ് എന്ന് പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.